ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ ഒന്ന് തൊട്ടാൽ അമേരിക്കയുടെ കൈവെട്ടുമെന്ന് വീണ്ടും പറഞ്ഞിരിക്കുകയാണ് ഇറാൻ. അതെ, ഇറാനും അമേരിക്കയും തമ്മിലുള്ള വാക്പോരും ഇറാനിലെ ആഭ്യന്തര പ്രക്ഷോഭങ്ങളും പശ്ചിമേഷ്യ അതീവ സങ്കീർണമായ ഒരു യുദ്ധഭീതിയിലേക്ക് എത്തിച്ചിരുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിക്ക് നേരെയുള്ള ഏത് തരത്തിലുള്ള ആക്രമണവും അമേരിക്കയുമായുള്ള സമ്പൂർണ്ണ യുദ്ധ പ്രഖ്യാപനമായി കണക്കാക്കുമെന്ന് ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാന്റെ മുന്നറിയിപ്പ് അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രത്യാഘാതങ്ങളാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ഇറാനിലെ പ്രതിഷേധക്കാരെ അടിച്ചമർത്തുന്നതിനെതിരെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ഭീഷണികൾക്ക് മറുപടിയായിട്ടാണ് ഈ പ്രസ്താവന ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇറാനിൽ ഭരണമാറ്റം വരേണ്ട സമയമായെന്നും ഖമേനി എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്നും തങ്ങൾക്കറിയാമെന്നും ട്രംപ് സൂചിപ്പിച്ചത് ഇറാന്റെ പരമാധികാരത്തിന് മേലുള്ള വെല്ലുവിളിയായിട്ടാണ് ഭരണകൂടം വിലയിരുത്തുന്നത്. ഈ വാക്പോരുകൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം എത്രത്തോളം വഷളായെന്ന് വ്യക്തമാക്കുന്ന കാര്യം കൂടിയാണ്. ഇറാനിലെ ജനങ്ങൾ നേരിടുന്ന കഠിനമായ സാമ്പത്തിക പ്രതിസന്ധിക്ക് പ്രധാന കാരണം അമേരിക്കയുടെ മനുഷ്യത്വരഹിതമായ ഉപരോധങ്ങളാണെന്ന് പ്രസിഡന്റ് പെസസ്കിയാൻ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഒബാമ ഭരണകൂടം നീക്കം ചെയ്ത ഉപരോധങ്ങൾ ട്രംപ് വീണ്ടും അടിച്ചേൽപ്പിച്ചത് ഇറാനിൽ കടുത്ത വിലക്കയറ്റത്തിനും സാമ്പത്തിക അസ്ഥിരതയ്ക്കും കാരണമായിട്ടുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ സഹിക്കാൻ വയ്യാതെയാണ് ജനങ്ങൾ തെരുവിൽ ഇറങ്ങിയത് എങ്കിലും അത് പിന്നീട് ദശകങ്ങളായി നിലനിൽക്കുന്ന പൗരോഹിത്യ ഭരണത്തിനെതിരെയുള്ള പ്രതിഷേധമായി മാറുകയായിരുന്നു. രാജ്യവ്യാപകമായി നടക്കുന്ന ഈ പ്രക്ഷോഭങ്ങളിൽ വലിയ തോതിലുള്ള രക്തച്ചൊരിച്ചിലുകൾ നടക്കാതെയാണ് അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ ഇറാൻ ഭരണകൂടം സ്വീകരിക്കുന്ന കർശന നടപടികൾ ലോകമെമ്പാടും വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. റോയിട്ടേഴ്സ് റിപ്പോർട്ടുകൾ പ്രകാരം ഏകദേശം 500 സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 5000-ഓളം പേർ ഈ സംഘർഷങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇന്റർനെറ്റ് സേവനങ്ങൾ തടഞ്ഞും വിവരങ്ങൾ സെൻസർ ചെയ്തും ആഭ്യന്തര കാര്യങ്ങൾ ലോകമറിയുന്നത് തടയാൻ ഇറാൻ ശ്രമിക്കുന്നതായിട്ടും ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. സ്വന്തം ജനതയുടെ അവകാശങ്ങൾ കവരുന്ന ഭരണകൂട നടപടികളും ഉപരോധങ്ങൾ കൊണ്ട് ഒരു രാജ്യത്തെ ശ്വാസം മുട്ടിക്കുന്ന അമേരിക്കൻ നയങ്ങളും പശ്ചിമേഷ്യയെ മറ്റൊരു വലിയ ദുരന്തത്തിലേക്ക് നയിക്കുമോ എന്ന ആശങ്കയിലാണ് ലോകം. അന്താരാഷ്ട്ര നയതന്ത്ര ഇടപെടലുകൾ വഴി പരിഹാരം കണ്ടിട്ടില്ല എങ്കിൽ ഈ തർക്കം മേഖലയിലെ സമാധാനത്തിന് വലിയ ഭീഷണിയാവുക തന്നെ ചെയ്യും. ഖമേനിയെ ബാധിക്കുന്ന ഏതൊരു നീക്കവും പശ്ചിമേഷ്യ ആകെ പിടിച്ചുലയ്ക്കുന്ന ഒരു മഹാവിസ്ഫോടനത്തിന് കാരണമാകുമെന്നത് വെറും ഒരു രാഷ്ട്രീയ ഭീഷണി മാത്രമായിട്ട് നമ്മൾ കാണരുത്. മറിച്ച് ഇറാൻ ഉയർത്തുന്ന കടുത്ത പ്രതിരോധ തന്ത്രമാണിത്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കേവലം ഒരു ഭരണാധികാരിയല്ല അവരെ സംബന്ധിച്ച്, മറിച്ച് ഇറാന്റെ മതപരവും രാഷ്ട്രീയവുമായ അസ്തിത്വത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ്. ഇറാന്റെ രാഷ്ട്രീയ വ്യവസ്ഥയിൽ പരമോന്നത നേതാവ് എന്നത് ദൈവികമായ ഉത്തരവാദിത്തമായിട്ടാണ് ഇറാനികൾ നോക്കിക്കാണുന്നത്. സൈന്യം, വിദേശ നയം, ജുഡീഷ്യറി തുടങ്ങിയ ഇറാന്റെ സകല മേഖലകളിലും അവസാന വാക്ക് ഖമേനിയുടെ തന്നെയാണ്. അദ്ദേഹത്തെ സ്പർശിക്കുക എന്നത് ഇറാന്റെ ദേശീയ അഭിമാനത്തിനും മതവിശ്വാസത്തിനും മേലുള്ള കടന്നുകയറ്റമായിട്ടാണ് ആ രാജ്യം കണക്കാക്കുന്നത്. ഖമേനിയുടെ കീഴിൽ ഇറാൻ വളർത്തിയെടുത്തിയ പ്രതിരോധത്തിന്റെ അച്ചുതണ്ട് എന്നറിയപ്പെടുന്ന സായുധ ശൃംഖല വളരെ വലുതുമാണ്. ലബനിലെ ഹിസ്ബുള്ള, യമനിലെ ഹൂത്തികൾ, ഇറാഖിലെയും സിറിയയിലെയും വിവിധ ഷിയ ഗ്രൂപ്പുകൾ എന്നിവ ഖമേനിയെ തങ്ങളുടെ ആത്മീയ രാഷ്ട്രീയ നേതാവായിട്ടാണ് നോക്കിക്കാണുന്നത്. ഖമേനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഈ ഗ്രൂപ്പുകൾ ഒരേ സമയം ഇസ്രായേലിനും അമേരിക്കൻ താവളങ്ങൾക്കും നേരെ തിരിയുന്നത് പശ്ചിമേഷ്യ ഒരു യുദ്ധക്കളമാക്കി മാറ്റുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഇറാന്റെ ഏറ്റവും കരുത്തുറ്റ സൈനിക വിഭാഗമായിട്ടുള്ള ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ് നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് ഖമേനിക്കാണ്. അദ്ദേഹത്തിന് നേരെയുള്ള ഏത് ആക്രമണവും അമേരിക്കൻ സൈനിക താവളങ്ങൾക്കും കപ്പലുകൾക്കും നേരെ നേരിട്ടുള്ള ആക്രമണത്തിന് സൈന്യത്തെ പ്രേരിപ്പിക്കും. ഇത് ആഗോള എണ്ണ വിതരണ ശൃംഖലയെ തകർക്കാനും ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ പൊളിക്കാനും കാരണമാകുമെന്ന കാര്യത്തിലും സംശയം വേണ്ട. അതോടൊപ്പം വിദേശ ശക്തികൾ ഖമേനിയെ ലക്ഷ്യം വെക്കുന്നത് ഇറാനിലെ ജനങ്ങളെ വൈകാരികമായി ഒന്നിപ്പിക്കുകയും അമേരിക്കയ്ക്ക് താങ്ങാനാവാത്ത തരത്തിലുള്ള ഒരു ദീർഘകാല യുദ്ധത്തിലേക്ക് വഴിവെക്കുകയും ചെയ്തേക്കാം. ഖമേനിയുടെ ഒരു ഫത്വ നിലവിലുള്ളത് കൊണ്ടാണ് ഇറാൻ ആണവായുധം നിർമ്മിക്കാത്തത് എന്നാണ് ഇറാന്റെ ഔദ്യോഗിക നിലപാട്. അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിക്കുന്ന പക്ഷം ഇറാൻ തങ്ങളുടെ ആണവ നയം മാറ്റുകയും അതിവേഗം ഒരു ആണവ രാഷ്ട്രമായി മാറാൻ ശ്രമിക്കുകയും ചെയ്തേക്കാം. ചുരുക്കി പറഞ്ഞാൽ ഇറാനെ സംബന്ധിച്ച് ഖമേനി അവരുടെ മാറ്റാൻ കഴിയാത്ത ചുവപ്പ് രേഖയാണ്. ആ രേഖ ലംഘിക്കപ്പെട്ടാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ അമേരിക്കയ്ക്ക് നേരിടാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കുമെന്ന മുന്നറിയിപ്പാണ് ഇറാൻ ഇപ്പോഴും നൽകിക്കൊണ്ടേയിരിക്കുന്നത്. ഇറാന്റെ ആത്മീയവും രാഷ്ട്രീയവുമായ പരമാധികാരിയായിട്ടുള്ള ആയത്തുള്ള അലി ഖമേനി വെറും ഒരു ഭരണാധികാരിയല്ല, മറിച്ച് ഇറാന്റെ എല്ലാമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അദ്ദേഹത്തെ സ്പർശിക്കുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കണം.
നമുക്ക് ആയത്തുള്ള അലി ഖമേനിയിലേക്ക് വരാം. ആയത്തുള്ള അലി ഖമേനി ഇറാന്റെ രണ്ടാമത്തെ സുപ്രീം ലീഡറാണ്. 79-ലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇറാന്റെ ഭരണഘടന അനുസരിച്ച് വിലായത്ത് അൽ ഫഖീഗ എന്ന സിദ്ധാന്ത പ്രകാരമാണ് അദ്ദേഹം ഭരിക്കുന്നത്. സൈന്യം, വിദേശ നയം, സാമ്പത്തിക കാര്യങ്ങൾ എന്നിവയിലെല്ലാം അന്തിമ തീരുമാനം അദ്ദേഹത്തിന്റെ തന്നെയാണ്. ഇറാന്റെ പ്രസിഡന്റിനേക്കാൾ അധികാരം ഖമേനിക്കുണ്ട്. അവിടെ അദ്ദേഹം പുറപ്പെടുവിക്കുന്ന മതപരമായ ഉത്തരവുകൾ നിയമത്തിന് തുല്യമായിട്ടാണ് രാജ്യം നോക്കിക്കാണുന്നത്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് എന്ന അതിശക്തമായിട്ടുള്ള സൈനിക വിഭാഗം നേരിട്ട് നിയന്ത്രിക്കുന്നതും അദ്ദേഹം തന്നെ. അദ്ദേഹത്തെ തൊട്ടാൽ അമേരിക്ക പൊള്ളുമെന്ന് പറയാൻ പ്രധാനമായും 4 കാരണങ്ങളാണുള്ളത്. ഒന്നാമതായി, പശ്ചിമേഷ്യയിലുടനീളം ഇറാൻ വളർത്തിയെടുത്തിയ പ്രതിരോധത്തിന്റെ അച്ചുതണ്ട് എന്ന സായുധ ശൃംഖലയാണ്. ലബനിലെ ഹിസ്ബുള്ള, യമനിലെ ഹൂതികൾ, ഇറാഖിലെയും സിറിയയിലെയും വിവിധ ഷിയ ഗ്രൂപ്പുകൾ എന്നിവർ ഖമേനിയെ തങ്ങളുടെ ആത്മീയ നേതാവായിട്ടാണ് നോക്കിക്കാണുന്നത്. അദ്ദേഹത്തിന് നേരെ ഒരു നീക്കം ഉണ്ടായാൽ ഈ ഗ്രൂപ്പുകൾ ഒരേ സമയം ഇസ്രായേലിനും പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്കും നേരെ കനത്ത ആക്രമണം അഴിച്ചുവിടും. ഇത് മേഖലയെ ഒന്നാകെ ഒരു മഹായുദ്ധത്തിലേക്കാണ് തള്ളിവിടുക. രണ്ടാമതായി, ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ തകർക്കാനുള്ള ഇറാന്റെ കരുത്താണ്. ലോകത്തെ പ്രധാന എണ്ണ വിതരണ പാതയായിട്ടുള്ള ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇറാന്റെ കൈവശമാണുള്ളത്. ഖമേനിയെ ലക്ഷ്യം വെച്ചാൽ ഇറാൻ ഈ പാത തടയുകയും അത് ആഗോളതലത്തിൽ എണ്ണവില കുതിച്ചുയരാനും ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ തകർക്കാനും കാരണമായേക്കും. മൂന്നാമതായി, ഇറാനിലെ ജനതയുടെ വൈകാരിക ഐക്യം തന്നെയാണ് കേട്ടോ. രാജ്യത്തിനുള്ളിൽ ഭരണകൂടത്തോട് വിയോജിപ്പുള്ളവർ പോലും വിദേശ ശക്തികൾ തങ്ങളുടെ പരമോന്നത നേതാവിനെ ആക്രമിക്കുന്നത് ദേശീയമായ അപമാനമായി കാണുകയും ഒരു വൻ യുദ്ധത്തിന് തയ്യാറെടുക്കുകയും ചെയ്യും. നാലാമത്തെ പ്രധാന സംഗതി ഇറാന്റെ ആണവ നയം തന്നെയാണ്. ആണവായുധങ്ങൾ നിർമ്മിക്കുന്നത് ഇസ്ലാം മതത്തിന് വൈരുദ്ധമാണെന്ന് കാണിച്ച് ഖമേനി ഒരു ഫത്വ പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഇറാൻ അതിവേഗ ആണവായുധങ്ങൾ നിർമ്മിക്കുകയും അത് ലോകത്തെ തന്നെ ഭയപ്പെടുത്തുന്ന ഒരു ആഗോള ഭീഷണിയായി മാറുകയും ചെയ്തേക്കാം. ചുരുക്കി പറഞ്ഞാൽ ഖമേനി എന്നത് വെറും ഒരു വ്യക്തിയായിട്ട് നമ്മൾ കാണരുത്, മറിച്ച് പശ്ചിമേഷ്യയിലെ നിലവിലെ സമാധാനവും അശാന്തിയും നിയന്ത്രിക്കുന്ന ഒരു വലിയ വ്യൂഹത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ്. ആ ബിന്ദുവിനെ തകർക്കാൻ ശ്രമിക്കുന്നത് മേഖലയെ അഗ്നിക്കിരയാക്കുമെന്ന് അമേരിക്കൻ പ്രതിരോധ വിദഗ്ധർ പോലും ഇന്ന് വല്ലാതെ ഭയപ്പെടുന്നു. ഇറാന്റെ സൈനിക ശക്തിയും പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളും പരിശോധിക്കുമ്പോൾ ഇറാൻ ഇന്നൊരു പ്രാദേശിക ശക്തി എന്ന നിലയിൽ നിന്ന് ഒരുപാട് മാറി ആഗോളതലത്തിൽ തന്നെ സ്വാധീനമുള്ള ഒരു സൈനിക ശക്തിയായി മാറിയിരിക്കുന്നു എന്ന് നമുക്ക് കാണാവുന്നതാണ്. ഇറാന്റെ സൈനിക തന്ത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവർ വികസിപ്പിച്ചെടുത്ത മിസൈൽ സാങ്കേതിക വിദ്യയും ഡ്രോൺ കരുത്തും ഒക്കെ തന്നെയാണ്. പശ്ചിമേഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ബാലിസ്റ്റിക് മിസൈൽ ശേഖരം ഇറാന്റെ കൈവശമാണുള്ളത് എന്ന് തിരിച്ചറിയണം. ഇസ്രായേൽ വരെയുള്ള ലക്ഷ്യങ്ങളെ കൃത്യമായി ആക്രമിക്കാൻ ശേഷിയുള്ള ഷഹാബ്, ഖൈബർ തുടങ്ങിയ മിസൈലുകൾ അമേരിക്കയുടെ പശ്ചിമേഷ്യൻ താവളങ്ങൾക്ക് വലിയ ഭീഷണി സൃഷ്ടിക്കുന്നു. ഇതോടൊപ്പം ലോകം ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ഇറാന്റെ ഡ്രോൺ സാങ്കേതിക വിദ്യയെ കുറിച്ച് തന്നെയാണ്. കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കാവുന്നതും റഡാറുകളുടെ കണ്ണുവെട്ടിച്ച് പറക്കാൻ കഴിയുന്നതുമായ ഷഹീദ് ഡ്രോണുകൾ യുദ്ധമുഖത്തെ ഗതിമാറ്റാൻ ശേഷിയുള്ളവയാണ്. ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യ ഈ ഡ്രോണുകൾ ഉപയോഗിക്കുന്നത് ഇതിന്റെ കരുത്തിന് തെളിവായി പാശ്ചാത്യ രാജ്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇറാന്റെ ഔദ്യോഗിക സൈന്യത്തോടൊപ്പം സുപ്രീം ലീഡർക്ക് കീഴിൽ നേരിട്ട് പ്രവർത്തിക്കുന്ന ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് എന്ന സമാന്തര സൈനിക വിഭാഗം ഇറാന്റെ പ്രതിരോധത്തിന് ഇരട്ടപ്പൂട്ട് തീർത്തിരിക്കുന്നു. രാഷ്ട്രീയപരമായി നോക്കിയാൽ ചൈനയും റഷ്യയുമായുള്ള ഇറാന്റെ വർദ്ധിച്ചു വരുന്ന സഹകരണം അമേരിക്കയുടെ ഉപരോധങ്ങളെ മറികടക്കാൻ അവരെ സഹായിക്കുന്ന ഒരു വലിയ സഖ്യം തന്നെയാണ്. ചൈനയുമായുള്ള 25 വർഷത്തെ സാമ്പത്തിക കരാറും റഷ്യയുമായുള്ള സൈനിക സഹകരണവും ഇറാനെ ഒറ്റപ്പെടുത്താനുള്ള പാശ്ചാത്യ ശ്രമങ്ങളെ പരാജയപ്പെടുത്തി. കൂടാതെ തങ്ങളുടെ പ്രോക്സി ഗ്രൂപ്പുകൾ വഴി ഇറാഖ്, സിറിയ, ലബനൻ എന്നീ രാജ്യങ്ങളിൽ ഇറാൻ ഉണ്ടാക്കിയ രാഷ്ട്രീയ സ്വാധീനം ആ രാജ്യങ്ങളിലെ സർക്കാരുകളുടെ തീരുമാനങ്ങളെ പോലും സ്വാധീനിക്കാൻ ശേഷിയുള്ളതുമാണ്. ചുരുക്കി പറഞ്ഞാൽ അത്യാധുനികമായ ആയുധശേഖരവും അതിശക്തമായ ചാര സംഘടനകളും വിശ്വസ്തരായ സായുധ പോരാളികളും ചേരുന്നതാണ് ഇറാന്റെ ഇന്നത്തെ കരുത്ത്. ഈ കരുത്തിന്റെ പിൻബലത്തിലാണ് ഖമേനിയെ തൊടുന്നത് ലോകത്തെ പൊള്ളിക്കുന്ന ഒരു വിപത്തായി മാറുമെന്ന് ഇറാൻ ആവർത്തിച്ചു പറയുന്നത്. അപ്പോൾ ഈ വിഷയത്തിലെ നിങ്ങളുടെ നിലപാട് എന്താണ് എന്ന് അറിയാൻ താല്പര്യമുണ്ട്. എന്ത് തന്നെയായാലും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുമല്ലോ.